ഞാൻ സേലത്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും വരണ ഒരു കോവിലാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇന്ത്യ ആകുമ്പോൾ കാണിച്ചു തരാമേ. കോവിൽ വന്നപ്പോൾ പ്രസാദം കിട്ടി ഭഗവാന്റെ. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല രസം ഇവിടെ കാണാൻ. മണി അടിക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോവിലാട്ടോ ഇത്. ഉണ്ടോ? നല്ല കാറ്റും ഒക്കെ ഉണ്ട്. ഈവനിങ് ടൈമിനായിട്ട് പീക്കൊക്കെ ഉണ്ട് കേട്ടോ നിറയെ ഇവിടെ. അതിങ്ങനെ കേൾക്കാൻ തന്നെ രസാട്ടോ. ഈ ഒരു ടൈമില് കോവിലില് നല്ല കാറ്റ്, തണുപ്പ്, പിന്നെ മയിലിന്റെ കരച്ചിലും ഒക്കെ നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇത് ഓക്കെ, ഫുൾ സേലം യൂ ഉണ്ട് ഇവിടെ. ഇപ്പൊ കോവിലില് ഏറ്റവും ടോപ്പിലുള്ള കോവിലിൽ നിന്ന് അതിന് തൊട്ട് താഴെയുള്ള കോവിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ആക്ച്വലി നമുക്ക് കോവിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഭയങ്കര മനസ്സമാധാനം. സത്യത്തിൽ അത് ഇവിടെ വരുമ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് സമാധാനമായിട്ടിരുന്നു. നമുക്കങ്ങനെ ഇവിടെ തിരുമേനിമാർ, നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ തിരുമേനിമാർ തൊടാൻ പാടില്ല അങ്ങനെയൊന്നുമല്ല. ഇവിടെ അവർ നമുക്ക് പ്രസാദം കയ്യിലൊക്കെ തരും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ്, ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പിന്നെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്, പക്ഷെ എപ്പോഴും ഇല്ല. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള കാലഭൈരവ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുള്ള സ്ഥലമാട്ടോ ഇത്. കാലഭൈരവൻ കാണാമോന്ന് അറിയില്ല, ഇവിടെ പിക്കുണ്ട്. എന്താ എനിക്കിങ്ങനെ വ്ളോഗിൽ പറയാനൊന്നും അറിയില്ല, പക്ഷെ ഇവിടെ വന്നപ്പോ എന്തോ ഭയങ്കരമായിട്ട് ഇതുപോലെ ചുമ്മാ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അത്രയ്ക്കും ഒരു രസം, നല്ലൊരു മനസ്സമാധാനം, നല്ലൊരു സന്തോഷം മനസ്സിന് തോന്നി. അതുകൊണ്ട് വീഡിയോ ചുമ്മാ എടുക്കണേ കേട്ടോ. കാണിച്ചു തരാം. ഇത് തൊട്ട് മുകളിൽ, അത് തൊട്ട് താഴെ. ശരിക്കും ഇതൊരു ഹിൽ ടോപ്പ് തന്നെയാണ്. അത് ഏറ്റവും ടോപ്പില്, ഇത് കുറച്ചുകൂടി താഴെ അവിടെ കൂടി ഉണ്ട്. അവിടെ കയറി തൊഴുതിട്ടില്ല. അവിടെ എന്തോ ഇങ്ങനെ കാണിച്ചു തരാം. അവിടെ എന്തോ ഇങ്ങനെ കണ്ടോ? അതേ പ്രതിഷ്ഠ ഇങ്ങനെ ഈ പല്ലക്കിലെടുത്തിട്ട് പ്രത്യേക രീതിയിൽ ഇങ്ങനെ പാട്ടൊക്കെ പറയാനൊന്നും എനിക്കറിയില്ല. രസമുണ്ട്. പോയി നമ്മുടെ നാട്ടിലെ ദീപാരാധന പോലെ ഇവിടുത്തെ ആചാരമാണ്. എന്താ ആചാരം എന്ന് എനിക്കറിയില്ല. ഒന്ന് പോയി നോക്കാം, എങ്ങനെ എന്താണെന്നൊന്ന് നോക്കാം. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. മുരുകസ്വാമിയുടെ കോവിലായിരുന്നു കേട്ടോ. ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും കുറച്ച് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ കോവിലിലും മേലിലത്തെ കോവിലിലും കയറുന്നത്. അപ്പോൾ ഇവിടെ പ്രസാദവും കിട്ടി. അവിടെ നിന്നും പ്രസാദം കിട്ടി, ഇവിടെ നിന്നും പ്രസാദം കിട്ടി. അയ്യോ ഭയങ്കര സന്തോഷം. എന്തായാലും ഭയങ്കര രസമുണ്ട് ഇവിടുത്തെ ആ ദീപാരാധന ചടങ്ങ് കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും മുരുകസ്വാമി അനുഗ്രഹിച്ച് ലഡ്ഡു ഒക്കെ തന്നു. അനുഗ്രഹം കിട്ടി. ഈ പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രസാദം കിട്ടി. കാരണം ഇതിന് മുമ്പുള്ള വരുമ്പോഴൊക്കെ നോൺ വെജ് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കും. പ്രാവശ്യം എന്തായാലും കയറണം, തൊഴണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ നോൺ വെജ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ച് പ്രസാദവും തന്നു. എന്തായാലും ഭയങ്കര രസം കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോണുള്ളൂ കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സേലം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ ലൈറ്റിങ്, നല്ല കാറ്റ്. ഈ കാറ്റാണ് എന്നെ ഭയങ്കര സന്തോഷത്തിൽ ആക്കുന്നൊരു സാധനം. അല്ലെങ്കിൽ നമുക്ക് ബസ്സിൽ പോയാലും വണ്ടിയിൽ പോയാലൊക്കെ കാറ്റടിക്കുമ്പോൾ പ്രത്യേക സന്തോഷമല്ലേ. ചുമ്മാ ഇരുന്നാലും കാറ്റടിക്കുമ്പോൾ സന്തോഷം. അപ്പം ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷേ പകൽ വന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കാണിച്ചു തരായിരുന്നു സ്ഥലങ്ങളൊക്കെ.
നല്ല മരങ്ങളും ഒക്കെയുള്ള നല്ല സ്ഥലം. ഇവിടെ വരുമ്പോൾ ഇതാണ് ഈ വട്ടടി വൃന്ദാവനത്തിൽ പോയൊരു ഫീലാട്ടോ കിട്ടുന്നത്. അത്രയ്ക്ക് രസമുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ടാ.